എന്തിനുള്ള തേങ്ങ ഫിറു? എന്തിനാ തേങ്ങ? പടച്ചോനെ പൊന്നെ പോരുതേ. പറ. പൂക്കൂത്തിനക്ക് പിയല്ലേ? പൂക്കൂത്ത്. സുണ്ടറനി ഹലോ ഹായ് അമ്പോ എന്താ തേങ്ങയോടെ പോയി. മതി മതി തേങ്ങ. ബലി വലിച്ചൂട്. വാള ഇല്ലാണ്ടും പറപ്പില്ല. വാളയില്ല. ഉണ്ടാഞ്ഞല്ലോ. സ്കൈ സ്കൈ ഇപ്പോഴും അരിയൽ തന്നെയാണല്ലോ. ഒഫീഷ്യൽ അടിയലുകാരി ഇപ്പൊ ഞാനാണ്. തിരിച്ചോക്ക്. പൊതിഞ്ഞെറിക്കും നെയ്യും നമ്മള് പൂക്കൂത്തിനുള്ള മല്ലം ഉരുക്കുവാണ്. മല്ലം മീൻസ് ശർക്കര ഉരുക്കുവാണ്. ശരിക്കും ഇതിനെ കട്ടി ആണ് ഇവരിവിടെ ഉപയോഗിക്കാറുള്ളത്. കട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തരം ശർക്കര പാനി. അപ്പൊ തെങ്ങുമെന്ന് ഉണ്ടാക്കുന്ന ശർക്കര പാനി. പക്ഷെ അത് ഇവിടെ ഇന്ന് അവൈലബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഡ്യൂപ്ലിക്കേറ്റ് അല്ല, നമ്മുടെ നാട്ടിൽ ഒറിജിനൽ, ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. നാട്ടിൽ അടുത്ത ആൾക്കാർ എനിക്കിപ്പോ ശർക്കര ഡ്യൂപ്ലിക്കേറ്റ് ആയല്ലേ. സോറി ഗൈസ്. അപ്പൊ നമ്മളിതിങ്ങനെ ഉരുക്കിക്കൊണ്ടിരിക്കുവാണ്. ഈ പൂക്കൂത്ത് എന്ന് പറയുന്നത് ഇലയടയാണ് കേട്ടോ. സാധാരണ ഇലയടയല്ല, വെറൈറ്റി ആണ്. വെറൈറ്റി ഇലയടയാണ്. ഇലയട എന്ന് പറയുമ്പോൾ സാധാരണ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ഇതൊന്നുമില്ല, ഇത് മൊത്തത്തിൽ ഇലയടയാണ്. അടേന്റെ അകത്ത് എന്തെങ്കിലും ഈ പീര് വെച്ചിട്ടുള്ള സാധനം മടക്കിന്റെ ഉള്ളിൽ നിറച്ചു വെക്കുമല്ലോ. അതിവിടെ നമ്മൾ തേങ്ങയും ശർക്കരയും നിറക്കിണ്ടല്ലോ, അതേപോലെ. അതേപോലെയാണ് ഉണ്ടാക്കുന്നത്. പൂക്കൂത്ത് അങ്ങനെയല്ലല്ലോ. എക്സ്പ്രഷൻ ആയിരുന്നു എടുക്കേണ്ടത്. പിരു വളരെ അധികാരികമായി നിങ്ങൾ ഇലയടയിൽ അത് നിറക്കില്ല, ഇവിടെ
നിറക്കില്ല, ഇവിടെ ഫുക്കൂത്ത് എന്ന് പറയുന്നത് നിറച്ചുണ്ടാക്കുന്ന. പക്ഷെ ഫിറു ഉദ്ദേശിച്ചത് മുക്കോണം എന്ന് പറഞ്ഞ സാധനമാണ് അത്രേ. അത് നമ്മളിങ്ങനെ എല്ലാം കൂടെ ഒരു പേസ്റ്റ് ആക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ് അല്ലേ. അപ്പൊ അതിലിങ്ങനെ എക്സ്ട്രാ ഫില്ലിങ്സ് ഒന്നും വരില്ല. അതല്ല ഇത് എന്നുള്ളത് ഫിറുവിന് തെറ്റി. കുറെ പലഹാരങ്ങളുള്ളതുകൊണ്ട് മാറിപ്പോയത്. ഓക്കെ, അപ്പൊ നല്ല മുറുകിയിട്ടുണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മള് തേങ്ങയാണോടാ, തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. സാധാരണ ഇളം കരിക്കാണ്, തേങ്ങയല്ല. അതുകൊണ്ട് അത് കടിക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു സുഖമാണ്. നമുക്ക് കരിക്കിൻ്റെ ഒരു ഫ്ലേവർ ആക്കിട്ടോ, തേങ്ങയുടെ ഒരു ഫ്ലേവർ അല്ല. ഫത്തീറിലോട്ടുള്ള തേങ്ങ എന്ന് തോന്നുന്നു. പിന്നെ കഴിഞ്ഞിട്ടാ ഫ്ലേവറിന് വേണ്ടിട്ട് 2 ഏലക്ക. ക്യാമറമാൻ ഭയങ്കര ബിസിയാ. എന്നിട്ട് എന്നോട് നേരത്തെ ചോദിക്കുവാണേ എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്താ പോലെ. അത് സമയമില്ല. പൊടിച്ചല്ലോ, അത്ര പൊടി മതി. നെയ്യ് പുരട്ടുന്നു. വെളിച്ചെണ്ണ സൺഫ്ലവർ ആണോ? സൺഫ്ലവർ പുരട്ടുന്നു. നമ്മൾ വാഴയിലാണ് ഉണ്ടാക്കുന്നത്, നീളത്തിലാണ് ഉണ്ടാക്കുന്നത്. നമ്മളിന്നാള് തിന്ന പോലെ. ആ, അതാണിത്. മുക്കോണ് ഇല്ല, മുക്കോണ അല്ലേ ഇത്, നീളക്കോണ. കത്തിക്കോണ്. ഇത് വാഴക്കോണ. വാഴക്കട. പിന്നല്ലേ കുറെ പേര് എന്തൊക്കെയോ ഡൗട്ട് വയ്ക്കാറുണ്ട്. ചില ആൾക്കാർ ചോദിക്കും ഫിറു ഏത് ദ്വീപാണെന്ന്. നമ്മളുള്ളത് കൽപ്പേനി ദ്വീപിലാണ് ഗൈസ്. ഫിറുവിൻ്റെ നാട് കൽപ്പേനിയാണ്. പിന്നെ ഫിറുവിന് ആരൊക്കെയാണ് വീട്ടിലുള്ളത്? 2 അനിയത്തിമാർ, 2 ഇക്കാക്കമാർ, ഉമ്മച്ചി, ഉപ്പ, പിന്നെ മാമൻ, മാമൻ്റെ മകൾ സാഹി, പിന്നെ ഉമ്മാമ, അതായത് ഉമ്മച്ചിയുടെ ഉമ്മ. ഇത്രയും പേരാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ളത്. അനിയത്തിമാർ 2 എന്ത് ചെയ്യുന്നു? അനിയത്തിമാർ 2 ഡിഗ്രി കഴിഞ്ഞിരിക്കുവാണ്. ഇപ്പൊ വെറുതെ ഇരിക്കുവാണ്. ഒരാൾ വെറുതെ ഇരിക്കുക, ഒരാൾ അടുത്തതിന് ജോലി അല്ല ഗൈസ്. ഒരാള് ഇനി പഠിക്കാൻ പോവാനിരിക്കുന്നു. ഇപ്പോഴാണ് അവളുടെ റിസൾട്ട് വന്നത്. പിന്നെ ഒരാള് ഇവിടുത്തെ ബിസിനസ്സുകാരിയാണ്. പിന്നെ ഇക്കാക്കന്മാര് 2 പേരും ഓരോ ഇവിടെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇടാം. നമുക്കൊരു Q&A നടത്താം. നിങ്ങൾ അതിൻ്റെ താഴെ വന്ന് ചോദിച്ചാൽ മതി. ഓക്കെ ഓക്കെ. ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ മാത്രമേ എടുക്കാവുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഗൈസ് ഈ ഇലയുടെ. ഞാനും കുറച്ച് നാട്ടിലെത്തുമ്പോഴത്തേന് ഇലയുടെ ഉണ്ടോ നോക്കും. ഞങ്ങൾ അതായിരുന്നു ഓർഡർ ചെയ്യാറുണ്ടായിരുന്നത്. ഇതിൽ വേറെ നമുക്ക് വേണമെങ്കിൽ കാശു, മുന്തിരി എല്ലാം ആഡ് ചെയ്യാം. പക്ഷെ നമ്മൾ ഓവർ ഇതാക്കിയാൽ ആ ഒരു ഇളനീരിൻ്റെ അത് പോകുമെന്ന് എനിക്കറിയില്ല. നമ്മൾ പക്ഷേ ഇടുന്നില്ല അല്ലേ. അത് ഇടക്കിന് കടി ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ കുറേ എണ്ണം ഉണ്ടാക്കി എടുക്കണം. അവിടെ നല്ല ചൂടാ. ഇവിടെ കുറവല്ലേ?
കറി കൂടുണ്ട്. കറി കൂടുന്നുണ്ട് നല്ല. ഇവിടെ നല്ല ഉമ്മ ചേച്ചി ഫോൺ വന്ന് എനിക്ക് എന്തത് വേരിൽ വെച്ച് നിൽക്കുന്നേ? എനിക്ക് ശീലമില്ലാത്തല്ലേ. പഠിക്കാനല്ലേ? ഇതൊക്കെ ഞാൻ പഠിക്കുവാണല്ലോ. പഠിച്ചിട്ട് പക്ഷേ കേട് വന്ന അവൾ എന്നെ കൊണ്ട് തന്നെ ഇത് പാത്തെടുത്തു. അമീബിനെ പോലെ തന്നെ. അമീബ കണ്ടന്റ് ഉണ്ടാക്കി തന്ന ഗൈസ്. 3 വത്തക്ക 3 ടൈപ്പ് കണ്ടന്റ് ഇല്ലാന്ന് പറയുന്നതിന്. ഫസ്റ്റ് പൂത്താണേ. ഇത് നല്ല സമയമെടുക്കുന്ന പരിപാടിയാണ് ഗൈസ്. ഇങ്ങനെയൊക്കെ ആക്കി എനിക്ക് ഒന്ന് അവിടെ പരത്തിയിട്ട് വെച്ചിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കൈകൊണ്ടാക്കുന്നതാണോ അറിയില്ല. കൈകൊണ്ടാക്കുന്നത് ഭയങ്കര സമയമെടുക്കുന്ന പരിപാടി. ഞാനും ചെയ്തായിരുന്നു 3 എണ്ണവും 3 കോലത്തിലായിരുന്നു. പക്ഷെ ലാസ്റ്റ് കുഴപ്പമില്ല. ഫൈനലി ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി ഇതെനിക്ക് തോന്നുന്നത് ആവിയിൽ പുഴുങ്ങിയെടുക്കുവാൻ തോന്നുന്നു. ആവിയിൽ വേവിച്ചെടുക്കാൻ പോവാണേ. ഇഡ്ലി ചെമ്പല്ല അത് എത്ര നേരം വേണോടാ? 1/2 ആവി വന്നതിന് ശേഷം ആവി വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ്. ആവി വന്നില്ലല്ലോ. വേഗം പോയി. മതിയാക്കിക്കോ. നോമ്പിന് ഭയങ്കര ക്ഷീണമുണ്ടോ? എനിക്ക് തലവേദനിക്കുന്നു ഭയങ്കരമായിട്ട്. തലവേദനിക്കുന്നു. ഹലോ ടാസ്ക്കാണ്. അയ്യോ എനിക്കറിയില്ല മൂടാനെ. ഇതെന്താ തേങ്ങ വെള്ളം. നല്ല ചൂടുണ്ട്. നല്ല ചൂടുണ്ടേ. ഇപ്പടുത്തെ കൈ കൊണ്ടൊന്നും എടുക്കാൻ പറ്റില്ല. ചൂടാണ് ഗായ്സ്. ഇതെങ്കിലും ആവിലാക്കിയാലും ചൂടായിരിക്കില്ലേ? നല്ല മധുരമുണ്ട്. ആ ഏലക്കാട് നല്ലൊരു ഫ്ലേവർ ഉണ്ട്. പിന്നെ തേങ്ങ കടിക്കാൻ കിട്ടുന്നുണ്ട്. വെരി ടേസ്റ്റി. ഫസി